പാരാ ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശു പാരാ നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്നേ നിറയുന്നേ സന്നാമോട് സ്തുതി പാടിടുന്നേ ദേവസന്നാമോട് സ്തുതി പാടിടുന്നേ അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാനന്ദി ഗയുള്ള മകൾ ശക്തി നീയേ ദേവാന്തി ഗയുള്ള മകൾ ശക്തി നീയേ പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതി ആകാശം ഭൂമിയും തന്നെ മഹത്വങ്ങളിൽ നിന്നിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരം ശുശ്രൂഷയ്ക്കായിക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി പാപികളാടിയാരോട് കൃപയെ മനുഷ്യരാജാവേ നിനക്ക് സ്തുതി സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ദൈവമായ കർത്താവെ പൊന്നുമുഖത്തേക്ക് നോക്കി ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരോട് കൂടെ ചേർന്ന് 1000 സ്തോത്രം അങ്ങേക്ക് അർപ്പിക്കുന്നു. ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി ദൈവത്തിന് സ്തോത്രം. ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് അതിശയകരമായാണ് ഞങ്ങൾ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ നടത്തിയിട്ടുള്ളത്. പ്രതികൂല സാഹചര്യങ്ങളും കർത്താവെ എല്ലാം നിന്റെ കൃപ ധാരാളമായി ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ രക്ഷയോട് കാത്തു പരിപാലിച്ചു. ഇന്ന് കർത്താവ് നിന്റെ സന്നിധിയിൽ നിൽപ്പാനും കർത്താവെ വലിയൊരു കുദാശയിൽ പങ്കുചേരുവാനും ദൈവം തന്ന കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഫിലിപ്പിനെയും മാതാപിതാക്കളെയും കർത്താവെ നിന്റെ മകന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന മകളെയും കർത്താവെ അവരുടെ ഭവനത്തെയും വീട്ടിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരെയും എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവിൻ്റെ കൃപ നിന്റെ മക്കളോട് കൂടെ ഉണ്ടായിരിക്കണം. കർത്താവെ നിന്റെ സന്നിധിയിൽ ദേവാലയത്തിലേക്ക് ദൈവമേ ഒരു കുടുംബജീവിതം ആരംഭിക്കുവാൻ വേണ്ടി നിന്റെ മക്കൾ കടന്നു പോവുകയാണ്. ദൈവസന്നിധിയിൽ അവർ ആരംഭിക്കുന്ന കുടുംബജീവിതം അവരുടെ ജീവിതത്തിന് കർത്താവ് ഏറ്റവും അനുഗ്രഹം ആയിത്തീരണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഈ ലോകത്തിലെ എല്ലാ ആപത്തിൽ നിന്നും കർത്താവെ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ച് കാത്തു പരിപാലിക്കണം. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും വിവാഹം കർത്താവെ പൊന്നാഭരണങ്ങളാൽ അവരെ കർത്താവെ സമ്പുഷ്ടം അനുഗ്രഹമാക്കി തീർത്തതുപോലെ നിന്റെ മക്കളുടെയും കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അമ്മയുടെ ഗർഭം മുതൽ ഇതേ പ്രായം വരെ ഫിലിപ്പിനെയും അനുവിനെയും കാത്തു പരിപാലിച്ച ദൈവകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കളുടെ വലിയ പ്രാർത്ഥനയാണ് കർത്താവെ ഇന്ന് ഉത്തരമായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമായ കർത്താവെ ഈ കർത്താവെ കല്യാണ വിരുന്ന് ഏറ്റവും അനുഗ്രഹമാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ മക്കളോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ അറിയുന്നവരായി ജീവിപ്പാൻ ദൈവമേ നിന്റെ മക്കളെ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഫിലിപ്പിനെയും അനുവിനെയും ധാരാളമായി ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് വേറൊരു ഘട്ടത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. കർത്താവെ ദൈവമായ കർത്താവെ നിന്നോട് കൂടെ ചേർന്ന് ജീവിപ്പാൻ ദൈവം ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും വലും ചെയ്തു എന്ന് പറയുവാൻ നിലയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിൻ്റെ പഠനത്തിലും വളർച്ചയിലും എല്ലാം കൂടെ ഇരുന്ന ദൈവകൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകല നന്മകളും അങ്ങേക്ക് അർപ്പിക്കുന്നു. ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കാനാവിലെ കല്യാണത്തിന് അങ്ങയുടെ സാന്നിധ്യം ആ കല്യാണ വിരുന്നിന്റെ എല്ലാ കർത്താവ് പുറവനെയും അകറ്റിയതുപോലെ ഇന്ന് നിന്റെ സാന്നിധ്യത്താൽ ദൈവമേ ഈ കല്യാണ വിരുന്നും ഈ കല്യാണ ചടങ്ങും ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്നിവിടെ തലവണക്കിരിക്കുന്ന പ്രിയ മക്കളെല്ലാവരും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുരക്ഷിതരായിരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ് കാലഘട്ടത്തിൽ അനേകർ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ ദൈവമേ അവന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കൃപയിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ നിരന്തരമുള്ള സംസർഗവും സഹവാസവും പ്രിയ മകനെ നിന്നോട് കൂടെയും നീ ആരംഭിക്കുവാൻ പോകുന്ന കുടുംബജീവിതത്തോടു കൂടെയും ഈ അനുവിനോടുകൂടെയും ഈ ഭവനങ്ങളോടുകൂടെയും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരോടുകൂടിയും ഇന്നും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അപ്പോൾ കേട്ടോ. പ്രിയപ്പെട്ട തോമസിൻ്റെയും അനുവിൻ്റെയും വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ബഥേൽ മാർത്തോമ ഇടവയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇതൊരു വിശുദ്ധ വിവാഹ ശുശ്രൂഷയാകിയാൽ ഭയഭക്തിയോടുകൂടെ ഇതിനകത്തിൽ സംബന്ധിക്കണം എന്ന് സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കുകയാണ്. ആദ്യമുതൽ നീക്കും തന്നെ ആമേൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. വേണ്ടി ഘോഷിക്കപ്പെട്ട മശിഹാ തമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. വേണ്ടി ഘോഷിക്കപ്പെട്ട മശിഹാ തമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. വേണ്ടി ഘോഷിക്കപ്പെട്ട മശിഹാ തമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കൃപേണ മശിഹാ രാജാവേ നിനക്ക് സ്തുതി പാലിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്രോതലെ പോലെ ഭൂമിയിലോണമേ. ഞങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷപ്പെടണമേ. Now the choir will sing an opening song.
ആശീർവാദം ഇന്നും കേൾക്കുന്നിതാ. ആ മംഗളാശീർവാദം ഇന്നും കേൾക്കുന്നിതാ. ക്രൈസ്തവ ദമ്പതിമാർ തമ്മിൽ ചേരും നേരം, ക്രൈസ്തവ ദമ്പതിമാർ തമ്മിൽ ചേരും നേരം, വിശുദ്ധനാം ത്രിയേകൻ തൻ കൃപ ചൊരിയും. വിശുദ്ധനാം ത്രിയേകൻ തൻ കൃപ ചൊരിയും. സന്താന സൗഭാഗ്യവും സ്നേഹം വിശ്വാസവും, സന്താന സൗഭാഗ്യവും സ്നേഹം വിശ്വാസവും, ലോകശക്തിക്കസാധ്യം നീക്കാനൈക്യബന്ധം, ലോകശക്തിക്കസാധ്യം നീക്കാനൈക്യബന്ധം. വിശുദ്ധാത്മാവേ വന്നു ആശീർവദിക്ക നീ. വിശുദ്ധാത്മാവേ വന്നു ആശീർവദിക്ക നീ. സുഖമണവാളനു മണവാട്ടിയെ പോ. സുഖമണവാളനു മണവാട്ടിയെ പോ. ദൈവത്തങ്ങൾ കിരീടം വെച്ചങ്ങു നിൻമുമ്പാകെ, ദൈവത്തങ്ങൾ കിരീടം വെച്ചങ്ങു നിൻമുമ്പാകെ, ക്രിസ്ത്യൻ മണവാട്ടിയായി സൗഭാഗ്യം ചേരട്ടെ. ക്രിസ്ത്യൻ മണവാട്ടിയായി സൗഭാഗ്യം ചേരട്ടെ. ആദ്യ വിവാഹനാളിൽ ഏതനിൽ ധ്വനിച്ച ആ മംഗളാശീർവാദം ഇന്നും കേൾക്കുന്നിതാ. ആ മംഗളാശീർവാദം ഇന്നും കേൾക്കുന്നിതാ. ദൈവമായ കർത്താവേ, നിന്നോടുകൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തിയും ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞുപോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ മണവാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളന്മാർ പൂർണ്ണതപ്പെടുകയും
ഞങ്ങളുടെ മണവാട്ടികൾ പരിപൂർണപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടുകൂടെയും മാഞ്ഞുപോകാത്ത ഭാഗ്യങ്ങളിലും പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും വത്സരരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റും, ആയതിപ്പോഴും ഇപ്പോഴും തന്നെ. വാനോർ ഭൂവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദം അരുളിയ ദേവാ എന്നേക്കും സ്തോത്രം. കരുണാകരനാം മശിഹായെ തൽസേവകരായി തിരുമുൻപിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്കാം. രക്ഷകവലം കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ അക്ഷമ നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. മോതിരതാൽ സഭ മശിഹായ്ക്കായി വേളിക്കായി തീർന്നാൾ. തൻ തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പിതൃപുത്ര വിശുദ്ധാത്മാവാ ത്രിയേകൻ വന്ദ്യൻ. വാനോപവാസികൾ വന്നേച്ചാഘോഷിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്റെ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛപിശാചുക്കളുടെ അടിമയിൽ നിന്ന് അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വതന്ത്രപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മശിഹാ തമ്പുരാന് തൻ്റെ അടിയാരുടെ മോതിരവായുവിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനം എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും ഇപ്പോഴും തന്നെ. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മോഹനതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മൂറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായി ഇതിനെ കാരുണ്യപൂർവ്വം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാത്തവണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകാരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഏറെമാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്നിടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും ഇപ്പോഴും തന്നെ. Now the congregation may please be seated. ജനങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാവുന്നതാണ്. തൻ്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൻ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് പിതാവിൻ്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ വലം കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തോടു കൂടെ കൃപയും തന്റെ കരുണയുടെ വാഴ്വും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാക. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലം കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ വലം കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരുടെ കയ്യിൽ നിന്നെന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെ സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം നീ കരയറ്റുകയും ചെയ്യണം. തന്റെ മശിഹാ മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവേ, അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടുക്കമൊതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിന്റെയും റബേക്കായുടെ വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തൻ്റെ രക്ഷയും കൊണ്ട് മണവാളിനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ സുഷാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിഭാഗതയിൽ കൂടെ ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടു പോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരും മനുഷ്യരിൽ നിന്ന് ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹ നിശ്ചയത്തിന്റെ നിർമ്മല അവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തൻ്റെ അടുക്കൽ നിന്ന് നന്മകളുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ നിന്റെ ശ്രേഷ്ഠതയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ അടിയാറായ ഞങ്ങളുടെ അപേക്ഷ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷങ്ങളുള്ള കാലങ്ങളും ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിന് വരെ സ്ഥിരപ്പെടുത്തണമേ. തന്നിൽ ഇവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്ന് ഒരുങ്ങി വന്നിട്ടുള്ള എല്ലാവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ലീബായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ഞങ്ങളെല്ലാവരുടെ മേലും തൻ്റെ അനുഗ്രഹങ്ങളും വർഷിപ്പിക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. ഇതിനാലെ വന്നിരിക്കുന്നൽ വിഗ്രഹം ഭക്തി ചുറ്റി ചെന്നേ. കഷ്ടം വഞ്ചകനാം ദുഷ്ടനു രക്ഷകനാമീശോയേ സ്തോത്രം. യോഗ്യതവനും ഭാഗ്യം സ്ഥാനത്താൽ വിശുദ്ധാത്മന്റെ ആയുധമെന്നെ ചാർത്തിതാൻ മാംസം രക്തം മോതിരമായി ഇട്ടു തന്നൽ വിരലിന്മേൽ മണവാളൻ തൻ സൂര്യനോപ്പം. മണവാട്ടി പകലോടു തുല്യം പരിമള വൃക്ഷത്തോടങ്ങനെ സകലവും തുല്യം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 130 160 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നിങ്ങൾക്ക് താൻ നന്മകൾ നൽകട്ടെ.
നമ്മുടെ കർത്താവിൻ്റെ ശ്ലീബ രാപ്പകൽ നിങ്ങളോടുകൂടെ ഇരുന്ന് തിന്മപ്പെട്ടവനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. Now silently let us pray. In Jesus' name we pray. Amen. Now the choir will sing the second song.
request Philip and Anu, please be seated. You can also be seated. ഇന്ന് ഈ വിശുദ്ധ ഉദാശ ശുശ്രൂഷയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരും സന്തോഷിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. പ്രത്യേകിച്ച് എനിക്ക് തോമസ് ഫിലിപ്പ് ആൻഡ് സെലിൻ, തോമസിനെ എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് 27 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ പരിചയമുണ്ട്. ഇന്ന് കൊയർ ഈ പാട്ട് പാടിയപ്പം വാസ്തവത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് തിരുവല്ല മെയിൽ വോയിസിൽ ഇതുപോലെ കല്യാണങ്ങൾക്ക് പാട്ട് പാടിയത് വളരെ സന്തോഷത്തോടുകൂടെ ഓർക്കുകയാണ്. വാസ്തവത്തിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസാണ് ഈ ഒരു ഫേസ്, കുടുംബജീവിതം എന്ന് പറയുന്നത്, ഫാമിലി ലൈഫ്. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി. കുടുംബജീവിതത്തെ എപ്പോഴും ഒരു ജേർണി ആയിട്ട് കാണുന്നതായിരിക്കും എനിക്കിഷ്ടം. ബിക്കോസ് ഇൻ ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ്, ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ലൈഫ് ഈസ് സെൽഫ് ഈസ് എ ജേർണി, ഒരു യാത്രയാണ്. ആ യാത്രയിൽ 3 C നിങ്ങൾ ഓർത്തിരിക്കണം. ഓൾവേസ് റിമെമ്പർ 3 C's ഇൻ യുവർ ലൈഫ്. ഒന്ന്, ഫാമിലി ലൈഫ് ഓർ മാരീഡ് ലൈഫ് ഈസ് എ കവനന്റ്. ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്ട്. 2 വ്യക്തികൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് അല്ല, ഇറ്റ്സ് എ കവനന്റ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് ആൻഡ് എ കവനന്റ്? When you make a contract, if one party disagrees or withdraws, that contract is null and void. ഒരാൾ പിന്മാറിയാൽ കോൺട്രാക്റ്റിന് പിന്നെ വിലയില്ല. ബട്ട് ഇൻ കവനന്റ്, ദാറ്റ് ഇസ് എ ക്രിസ്ത്യൻ ടേം, ഇൻ കവനന്റ് നിങ്ങൾ 2 പേരല്ല, അദൃശ്യനായ ഒരാളൂടെ നിങ്ങളുടെ കൂടെയുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഗോഡ്, ദ ട്രയൂൺ ഗോഡ്. So through this holy matrimony, you are making a covenant with him. And the beauty of the covenant, if you both withdraw from that covenant, still God will be faithful to you. It is the faithfulness of God that makes our journey more beautiful. So I urge you, have a good relationship with the Lord. Hold on to that covenant relationship. He will be faithful unto you, unto the last of your life. രണ്ടാമത്തെ C എന്ന് പറയുന്നത്, ഒരു ജേർണി സന്തോഷകരമായി തീരുന്നത് when you communicate with each other. And we live in a world where you have a lot of communicating gadgets. I know both of you know each other for quite a long time. And till this moment, you communicated well. And that holds both of you together. But after marriage, I have seen many people that taking the communication, take it for granted. ഇത് ഈ പ്രിയപ്പെട്ടവർക്ക് മാത്രമല്ല, for all of us. Communicate with each other. And for communicating with each other, there is no limit. When you go out, you can tell your partner that I am here, I am doing this. When you come back, you explain. So communication makes our journey more beautiful and powerful. Don't limit your communication with each other. Communicate with your parents as well, your siblings as well. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്.
നിങ്ങൾ അന്യോന്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുടെ പേരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ക്രിയേറ്റർ, യുവർ ഗോഡ്. So in your family life, how that communication with our God is possible? It's possible through prayer. It's possible through devotion to the Word of God. At the end of this service, the church is going to present a beautiful, valuable gift to you, and that is the Bible. The church can only give you that greatest gift. So I urge you to read the Bible, pray daily, communicate with each other, communicate with your parents. That makes our journey more meaningful. So first, it is covenant. Second, it is communication. And lastly, a journey will be more beautiful when you feel that there is a community around you. ഒരു സമൂഹം നിങ്ങളുടെ കൂടെ ഉണ്ട്. When you lost your way, then you can call your community that I have lost. I have some crisis. I have some problem. That is why you have invited this many people within the limitation for this marriage. They are here not to just say good wishes. They are here not to just have a lunch. They are here saying that they will be with you in your ups and downs, in your struggles, in your victories. നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ പേരൻസാണ്. You are no longer two, but one. That is going to be read through the gospel. So, your immediate community is going to be your family, your parents, your siblings. And then comes the church, and then comes your friends, relatives and all. So, always have a contact with that community. Without community, you cannot live. No man is an island. You all know that. You are going to be what you are is because of a large community. അതുകൊണ്ട് ഇന്നിവിടെ ഈ ശുശ്രൂഷ ഒരു വ്യർത്ഥമായി തീരും if you guys respond to the പ്രതിവാക്യംസ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ രണ്ടുപേരോടും എനിക്ക് പറയാനുള്ളത്, have a good covenant relationship, communicate, and then always remember about the community. ഇങ്ങനെ നിങ്ങൾ പോയാൽ ഈ ഒരു യാത്ര ഏറ്റവും സന്തോഷകരമായിരിക്കും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്ര ജീവിതത്തിൻ്റെ അവസാനം വരെയും തുടരാൻ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. On behalf of Obed Samuel Achan, who is also associating with this worship, who is the director of the Opportunity School, and also with the Bethel congregation, and also the friends and relatives gathered here, we wish you all the best and make a beautiful family that according to the biblical mandate. God bless you. എഴുന്നേൽക്കാം. ബാക്കിയുള്ളവർക്ക് ഇരിക്കാം. തോഴ്മക്കാരിയും കൂടെ എഴുന്നേൽക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്ന് അഴിഞ്ഞു പോകാത്ത മണവരയ്ക്കും ഞങ്ങളെയോ ദേവ കൃപ ചെയ്യണമേ എന്നുള്ള പ്രതിഗാനം ചൊല്ലുകയും ചെയ്യാം. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. ആദം ഹവ്വ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. അബ്രാം സാറ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ
തൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ ഇസ്ഹഖ് റഫ്ക എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാൽ തൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ യാക്കോബ് റാഹേൽ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാൽ തൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂവും തന്റെ മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്ന് തനിക്ക് വന്ദനമണച്ചുകൊണ്ടിരിക്കുന്ന അത്യന്തമില്ലാത്ത വചനവും ധാരാളമായ തന്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തന്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വവാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവനുമായ തന്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതിയും. തന്റെ അടിയാരുടെ കിരീടം വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടും കൂടെ തന്നെ മഹത്വീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ചിളകുകയും അവർണീയമായ തന്റെ കരുണയുടെ അപരിമയമായ തന്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മന്മേരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിൻ കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്ത് വന്ന് നിന്റെ കരുണയുടെ നിഴലും കീഴിലും നിന്റെ ദയയുടെ ചെറുളും കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവർത്തികളിലും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവെ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേൽവഴിയിൽ കൂടെ ഓടുവാനും ആത്മീക നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരായിരിക്കാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുന്നവരും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപം മരണമുള്ളവരിൽ നിന്ന് അകന്നിരിപ്പാനും ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധയുടെ പാർശ്വത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീക്ഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവരെ ദേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവരും മനുഷ്യരെ സ്നേഹിക്കുന്നവരും നീയാകിയാൽ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രം ഞങ്ങൾ കരേറ്റുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ജാതീൻ പുത്രി നീയേ സുന്ദരി ബഹുസുന്ദരി, ശ്രീമോൻ രാജൻ തിരുസഭയാ നിന്നെ വാഴ്ത്തുന്നു. തേൻ കട്ടകൾ നിന്നധരം പൊഴിക്കുന്നു. അംഗിക സുഗന്ധി നീസാൻ കുസുമം പോ. സുന്ദരി സഭേ, നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. മഷിഹാരാജൻ തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവത്തിന് സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിക്കും. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. മശിഹായും തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെളിപ്പാക്കുവാനും മഹത്വപ്രദായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധി നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവവചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. Congregation may please stand to listen to the word of God. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോടുകൂടി ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. വന്നവന് വരുവാനിരിക്കുന്നവന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശുതമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദ്യയുടെ അതിർത്തിയിൽ എഴുന്നള്ളി വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവെന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നും ഉള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. Congregation may please be seated. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. ദമ്പതികളെയും മുടിയാൽ മണവറയിൽ സന്തോഷിപ്പിക്കാം. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. അനുഗ്രഹം നിറഞ്ഞോരു വലങ്കൈ ഇവരുടെ ദമ്പതികളെയും
ശിരസിൻ മുടിയേയും വാഴ്ത്തിയിടണമേ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകുന്ന ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തരിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹിന ചൂട്ടിയിടുന്നു. ദമ്പതികളെയും മുടിയാൽ മടവറയിൽ സന്തോഷിപ്പിക്കാം. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. രക്ഷകൻ നീതിയിൻ മുടിയെ നിങ്ങൾക്കായി മുടങ്ങിയിടട്ടെ. പിതൃപുത്ര വിശുദ്ധാത്മാനും സ്തോത്രം പാടിയിടുവിൻ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതി നികരറ്റിക്കൊണ്ടും നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹാ സത്യത്തിൻ്റെയും മണവാൺമ കൊണ്ട് നിങ്ങളുടെ മണവാൺമയെ മുദ്രയിടട്ടെ. മശിഹാ തൻ്റെ സഭയെ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലം കൈ നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാക നിങ്ങളോട് കൂടെയിരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസിയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വ് നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരൻ്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വെക്കപ്പെട്ടിരിക്കുന്ന കിരീടങ്ങൾ മേലും വസിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യം കൊണ്ടും സമ്പത്തും കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലത്തുഭാഗത്തെ കള്ളനെന്ന പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിൽ നിന്ന് അവകാശികളായി തീരട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായിൽ പർവ്വതത്തിൽ ഇറങ്ങിയ അത്തിന് നിങ്ങളെയും നമ്മുടെ സർവ്വസംഘങ്ങളെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരേറ്റുകയും ചെയ്യണം. ആയതിപ്പോഴും
എല്ലായ്പ്പോഴും തന്നെ. ഏതൻ തട്ടിനുടയവനെ ഉന്നിവേൽക്കുവാൻ വന്നവൻ നീ, ഇളം കാറ്റത്തു കൊണ്ടുപോക ഉല്ലാസമേരിക്കവിടെയുണ്ട്. കർത്തനെ എന്നെ വേളിക്കാൻ നീ നിശ്ചയിച്ച മണവാട്ടിയായി ഞാൻ, വിശുദ്ധനാം സത്യമണവാള കരുണ ചെയ്കന്നിൽ ശരണം നീയേ. കുരിശിനാൽ നേടിയൻ വീണ്ടെടുപ്പും കഷ്ടപ്പാടാൽ സ്വതന്ത്രതയും എൻ മണവറ ഉന്നതത്തിൽ നിൻ വകയായി വിളിച്ചെന്നെ നീ. കള്ളന്റെ സൗന്ദര്യത്തെ കൊള്ള ചെയ്യുവാൻ മോഹിച്ചെടുത്തു, തിരുസ്നേഹത്താൽ വേദിച്ചവരെ അടിമയിൽ നിന്നും ഞാൻ സ്വതന്ത്രയായി. വാസുദന് വലങ്കൈ നീട്ടി വാഴ്ത്തിയിടേണമേ. മണവാളനെയും മണവാട്ടിയെയും ശിരസിൽ മുടിയേയും നീ. ദമ്പതികളെയും അവരാൽ നാമത്തിൽ നീ വാഴ്ത്തുകൈവരും ജീവിതകാലം ജനവും എന്നേക്കും വാഴ്ത്തപ്പെടേണം. വാഴ്ത്തിടണമേ പരലോകെ വാഴ്വാരിവരേ. വാഴ്ത്തിയിടുക നിന്നടിയാർ വായ്കളിൻ സ്തുതിയെ നാഥാ നീ. വാഴ്ത്തിയിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ. എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കളിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിന് മുൻപാകെയും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവൻ്റെ മേശയുടെ മുൻപാകെയും ശ്ലീബായുടെ മുൻപാകെയും വിശുദ്ധ ഏവൻഗേലിയോൻ്റെ മുൻപാകെയും ഈ യോഗത്തിൻ്റെ മുൻപാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവൻ്റെ മുൻപാകെയല്ല അറിയുന്നവൻ്റെ മുൻപാകെയും അത്രയും നിൽക്കുന്നതെന്ന് കരുതിക്കൊള്ളുവിൻ. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമ്മാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്നാവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിൽ ഇരിപ്പാൻ ന്യായമാകുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങൾ എല്ലാവരോടുമാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർദ്ധിക്കണം. അവൻ വസ്ത്രമില്ലാതെ വന്നിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവന് വിശന്നിരിക്കേണ്ടി വന്നാലും
അവൾക്ക് ആഹാരം കൊടുക്കണം. അവന് ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർദ്ധിക്കണമോ അതുപോലെ അവളും അവനോട് വർദ്ധിക്കുകയും യോഗ്യമാവണ്ണം അവളെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും അവനോട് പ്രേമത്തോടും അവനോട് വർദ്ധിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയുമാണ്. തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണയുണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയകരമാക്കുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും ആയിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. ഈ ഇടവകയുടെ ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുന്നു. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സ്റ്റുവാർഡ്സ് എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിന് സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാ സ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. ആകാശവും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തൻ്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ദ മാരേജ് സെർമണി ഈസ് ഓവർ. ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവർ ആദ്യമായിട്ട് സ്തോത്രകാഴ്ച സമർപ്പിക്കുകയും അതേ തുടർന്ന് രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും ചെയ്യും. രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് ഓരോരുത്തർ സാക്ഷികളായി മുമ്പോട്ട് വന്ന് രജിസ്റ്ററിൽ ഒപ്പുവെക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം മംഗളഗാനം പാടുകയും ചെയ്യും. Photographers, thank you very much for maintaining the distance and the rules and all. എല്ലാവരോടും ഇതിൽ സഹകരിച്ച എല്ലാവരോടും പ്രത്യേകമായ നന്ദി അറിയിക്കും. മഞ്ചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ? ആലോലം ചാഞ്ചാടോ നാടത്തിൽ ചേര
തഴുകി അഴകേ സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിൽ അനുപമലഹരികളെ പകലിലേറെ അഴകുമായി വരുമൊരതിശയരാവു തരും സുഖമിതു മറയരുതിനിയൊരു പിറവി വരെ കാതിനോരമാരോ പാടി തിരി തിരി നറു തിരി തിരിയുടെ കതിരൊളിയോ മൽച്ചേരോടെ നെളിയിണ ചിമ്മി തൊഴുതുണരാനെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ആലോലം ചാഞ്ചാടും നാളത്തിൽ ചേരുന്നേ ആരോ പൊൻസൂര്യനും പൂന്തന്നെ വന്നാലും വാടാതെ നിന്നാടും താരാജാലങ്ങളോ ഉയിരിൽ നിറയും അരിയ കിനാവുകളെ ചിറകിൽ ഉയരാൻ കൊതിയ മധുരം പകരും ഒരു പിടി നിമിഷവുമായി ഇതുവഴി പോരുവതാരോ തിരി തിരി നറു തിരി തിരിയുടെ കതിരൊളിയോ മൽച്ചേരുടെ നിഴലിന ചിമ്മി തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ സുരക്ഷിതമായി കർത്താവിന്റെ കൃപയെ ആശ്രയിച്ച് നിന്റെ മഹത്വത്തിനായി തീർക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ മക്കളുടെ കുടുംബജീവിതത്തിലൂടെ പരസ്പര ധാരണയിലും സന്തോഷത്തിലേക്കും പ്രവേശിച്ചിരിക്കുന്ന ഇരു ഭവനങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് രണ്ട് പ്രിയപ്പെട്ടവരുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണം. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവർക്കായും നന്ദിയോടെ സ്തോത്രം. അവരുടെ ത്യാഗപൂർവമായ ശുശ്രൂഷകളാണല്ലോ നിന്റെ മക്കളുടെ ഇന്നത്തെ ഈ ഒരു ഇവന്റ് ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കാൻ ഇടയാക്കിയത്. അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ മക്കൾക്ക് ആരോഗ്യവും ബലവും ആയുസ്സും നന്മകളും ഉയരത്തിൽ നിന്ന് ദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഭക്ഷണത്തിന്റെ അധ്വാനിച്ച എല്ലാ കാര്യങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ഭക്ഷിച്ച് ബലപ്പെട്ട് തിരുനാമത്തിന്റെ മഹത്വത്തിനായി ജീവിപ്പാൻ തക്കണം ഞങ്ങളെയും ഞങ്ങളുടെ സാഹചര്യങ്ങളെയും എടുത്തുപയോഗിക്കണം. യേശു ക്രിസ്തുവിനെ അപേക്ഷിക്കുമ്പോൾ ദയവായി കേൾക്കണമേ. ഈ വഴി ഒഴുകി വരും തണുതണുത്ത കാറ്റിലെ മലർമണമോ പാതിര കടന്നു വരും പുലരിയുടെ ചേലെഴുമരുണിമയോ അറിയാതെന്നിൽ ചേക്കേറുമാരാണു നീ മഴവില്ലായി വന്നെങ്ങുമായുന്നു നീ ചെറുതാം മൊഴിയിൽ മനസ്സിൻ ശിലയെ മണിപ്പൂമ്പാറ്റയാക്കുന്നു നീ കാണും കനവാണോ നിജമാണോ കഥയാണോ ഒരു മായാജാലം നീ അതിലാഴം മുങ്ങി ഞാൻ ഇത് കാണും കനവാണോ നിജമാണോ കഥയാണോ ഒരു മായാജാലം നീ അതിലാഴം മുങ്ങി ഞാൻ കാണേ ജനവാതിലാരോ ഇളമഞ്ഞിൻ കയ്യാലേ വരയുന്നൊരു ചിത്രം അത് നീയായി മാറുന്നു വഴിയാത്രയിലെല്ലാം പലവട്ടം കേട്ടോരാ പ്രിയമുള്ളൊരു പാട്ടിൻ വരി പോലെ ചുണ്ടിൽ നീ മഴക്കാരൻ മുകിൽ
ജനവാതിലാരോ ഇളമഞ്ഞിൻ കയ്യാലേ വരയുന്നൊരു ചിത്രം അത് നീയായി മാറുന്നു. വഴിയാത്രയിലെല്ലാം പലവട്ടം കേട്ടോരാ പ്രിയമുള്ളൊരു പാട്ടിൻ വരി പോലെ ചുണ്ടിൽ നീ അഴകാരൻ മുകിൽ മാല മൂടുന്നോരാ അകനേരിൻ നീലാചന്ദ്രനാകുന്നു നീ. ചിരിയേകും ചങ്ങാതി നിഴലായി നിഞ്ചാരെ പതിവായി വന്നു തേടുന്നതെന്താണു ഞാൻ. ഈ വഴി ഒഴുകി വരും തണുതണുത്ത കാറ്റിലെ മലർമണമോ പാതിര കടന്നു വരും പുലരിയുടെ ചേ